അന്ന് ഗോവധ നിരോധനം നടപ്പാക്കി, അത് തുടർച്ചയാക്കി. പക്ഷേ ഇവിടെ ഇന്ന് പോത്തിനെ അടക്കം ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയതിന് ഗൂഢാലോചന, അത് ഇവർ ഉയർത്തുന്നത് ന്യായമാണോ? ഒന്ന്, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 48 പശുക്കൾ, പശുക്കിടാങ്ങൾ, കറവയുള്ള മാടുകൾ ഇവയെ അഭിവൃദ്ധിപ്പെടുത്തുകയും അവയുടെ വധം നിരോധിക്കുകയും ചെയ്യണം. ആർട്ടിക്കിൾ 48 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. 2, ക്യൂബ, ഇറാൻ, കമ്മ്യൂണിസ്റ്റുകാരുടെ ക്യൂബയും ഇസ്ലാം ഖൊമേനി ഭരിക്കുന്ന ഇറാനിലും ഇന്ത്യയെക്കാൾ വലിയ ശിക്ഷയാണ് കൗസിലോട്ടറിന്. ഏറ്റവും ലോകത്ത് കൗസിലോട്ടറിന് ശിക്ഷയുള്ള രാജ്യം കമ്മ്യൂണിസ്റ്റ് ക്യൂബയാണ്. പ്രശ്നമില്ല, അതാണ് ഒരു സാംസ്കാരിക പശ്ചാത്തലമാണ്. 3, ഗാന്ധിജിയും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും വളരെയധികം പ്രിയപ്പെട്ട ഒരു വിഷയമായിരുന്നു. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരിക്കലും ദാദ്രി കില്ലിംഗ് പോലൊരു സംഭവം ജസ്റ്റിഫൈ ചെയ്യപ്പെടരുത്. ഒരു കാരണവശാലും ആ മുഹമ്മദ് അഖ്ലഖ് എന്ന് പറയുന്ന വ്യക്തി, അതും ഒരു സൈനികന്റെ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ പിതാവാണ് കൊല്ലപ്പെട്ടത്. അത്തരം സമീപനങ്ങളല്ല നമുക്ക് വേണ്ടത്. ഗാന്ധിയൻ സമീപനം, ഒരു കൺസെൻസസ് മോഡൽ ഉണ്ടാകുകയും ഒറ്റ വരിയിൽ ആ സമീപനം പറയാം. 2007 ഡൽഹി ഹൈക്കോടതിയുടെ വിധി, നമുക്ക് ബീഫ് ഫെസ്റ്റിവലും വേണ്ട, പോർക്ക് ഫെസ്റ്റിവലും വേണ്ട, ഈ പശുവിനെയും പന്നിയും ഉപയോഗിച്ച് നിങ്ങൾ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കരുത് എന്ന ഹൈക്കോടതിയുടെ വിധിയാണ് ഒരു മാർഗനിർദ്ദേശമായി എടുക്കുക. ഏതെങ്കിലും രീതിയിൽ ഒരു മിഡിൽ ഗ്രൗണ്ടിൽ ഉണ്ടാകുക. കുറെയൊക്കെ സെന്റിമെന്റ്സ് ഈ കാര്യത്തിൽ നിലനിൽപ്പുണ്ട്. അത് ഹൈന്ദവം മാത്രമല്ല, ഒരു ഏൻഷ്യന്റ്, ഒരു പാസ്റ്റോറൽ, ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്ന ഒരു സെന്റിമെന്റ്സ് ആണ്. പശുവിനെ ആരാധിക്കുന്ന ഒരു സംസ്കാരം ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ പേരിൽ മനുഷ്യൻ കൊല്ലപ്പെടരുതെന്നും അതോടൊപ്പം ബീഫ് ഫെസ്റ്റിവൽ പോലെ ഒരു എക്സ്ട്രീം റിയാക്ഷനിലേക്ക് അത് പോകും. അടക്കം ലോകത്തിന് മുന്നിൽ പുച്ഛിക്കപ്പെടുന്നു, ലോകത്തിന് മുന്നിൽ ഇന്ത്യ, അത് സമ്മതിക്കുന്നു താങ്കളെ? ഒരു കാരണവശാലും ദാദ്രി സംഭവം ജസ്റ്റിഫൈ ചെയ്യപ്പെടരുത്. നമുക്കെല്ലാം നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്, അതിനൊന്നും തർക്കമില്ല. ഏറ്റവും വലിയ പിന്നോക്ക വിഭാഗത്തിന്റെ ഐക്കണായ അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ ഇത് എഴുതി ചേർത്തിരിക്കുന്നതിന്റെ കാര്യം കൊണ്ട് തന്നെ ഇത് ഹിന്ദുത്വ അജണ്ടയല്ല, ഇതിനൊരു ദേശീയമാനം ഉണ്ട് എന്ന് നമുക്ക് വെക്കാൻ കഴിയില്ലേ? എന്റെ ചോദ്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇത്രയും ഇൻഫോം ഡിബേറ്റ്സ് ഉണ്ടായതിനു ശേഷം ഈ കാര്യം വന്നിട്ടുണ്ട്, പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഈ വിഷയത്തിൽ ഒരു സമീപനത്തിന്റെ പ്രശ്നമുണ്ട്. ഒരുപാട് മുസ്ലിം ഗ്രൂപ്പ്സുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, കഴിഞ്ഞ വർഷം 2014 എരുമേലിയിലെ ഒരു സ്ഥലത്ത് പോർക്ക് സെർവ് ചെയ്തതിന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ആരും പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയില്ല. അന്ന് ചില ഹാർട്ട് ലൈൻ ഗ്രൂപ്പ്സ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു കാരണവശാലും പോർക്ക് ഫെസ്റ്റിവൽ നടത്തരുത്. കാര്യം, 1, പോർക്ക് നല്ലതല്ല, 2, അത് മുസ്ലിം സഹോദരന്മാർക്ക് ഇഷ്ടവുമല്ല. ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കൽ വാങ്ങലിലൂടെ ഒരു മിഡിൽ ഗ്രൗണ്ട് എത്താൻ എങ്ങനെയാ പോകാൻ കഴിയുക? അപ്പൊ ശ്രീരാമൻ പണ്ട് മാംസാഹാരം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഋഗ്വേദത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതിന്റെ ദുർവ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ഭരണഘടനയുടെ സെന്റിമെന്റ്സിലെ ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. എന്തുകൊണ്ട് പറയുന്ന സെന്റിമെന്റ് അത്ര കണ്ട് വർക്ക്ഔട്ട് ചെയ്തിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു മറു ചോദ്യം, ഈ സെന്റിമെന്റ്സ് അത്ര കണ്ട് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ എന്തിന് ഭരണഘടനയിൽ എഴുതി? ഭരണഘടനയിൽ പറഞ്ഞത് ഈ പറഞ്ഞ BJP രാഷ്ട്രീയമാണോ? ഞാൻ ഒരു പാർട്ടിയിലെയും അംഗമല്ല, പക്ഷേ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും വിവേകാനന്ദൻ ഈ കാര്യത്തിൽ ഒരു സമീപനവും പറയുന്നുണ്ട്. നീ പശുവിന് മനുഷ്യനേക്കാൾ പ്രധാനം കൊടുക്കരുത്, നീ നാൽക്കാലിക്ക് ഉണ്ടായതല്ല. പക്ഷെ അതിനർത്ഥം പശുവിനെ കൊന്ന് ബീഫ് ഫെസ്റ്റിവൽ നടത്തണമെന്നുമല്ല. ഇതിലൊരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ തീവ്രമായ ഒരു നിലപാടിലേക്ക് പോയാൽ നാളെ മറ്റൊരു പോർക്ക് ഫെസ്റ്റിവൽ നടത്തും. ദൈവത്തെ ഓർത്ത് പോർക്ക് ഫെസ്റ്റിവലും ബീഫ് ഫെസ്റ്റിവലും അല്ല. ഒരു ബീഫ് ഫെസ്റ്റിവലിന് പകരം അവിടെയാണ് നമുക്കൊരു ഗാന്ധി ഇല്ലാതായി പോകുന്നത്. ഒരു ദിവസത്തെ ഒരു സദ്ഭാവനയോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഫാസ്റ്റ് വെക്കുകയാണെങ്കിൽ ഗുരുവായൂർ നടക്കമുള്ള തന്ത്രിമാരെ തന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ മുഹമ്മദ് സർതാജ് എയർഫോഴ്സിലെ പേഴ്സണലാണ്, അദ്ദേഹം ഇന്നലെ പറഞ്ഞത് സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാ, എന്റെ അച്ഛൻ പോയി, പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കണമെന്നാണ്. നേരത്തെ പിണറായി വിജയൻ സഖാവ് പറഞ്ഞ അതേ നിലപാടാണ്. ചുംബന സമരമല്ല സദാചാര പോലീസിനെതിരെയുള്ള ആയുധം. പ്രശ്നം മനുസ്മൃതിയോ ഋഗ്വേദവുമോ അല്ല, ഭാരതീയ സംസ്കാരമല്ല. ഞാൻ ഇൻവോക്ക് ചെയ്യുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ്. ഇതാണ് ഇതിലെ വ്യത്യാസം. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ആണ്. ഈ വാക്കിന് ഒരുപാട് ഡെപ്ത് ഉണ്ട്. കൗ പ്രൊട്ടക്ഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ. മിഡിൽ ഗ്രൗണ്ട് പോസിബിൾ ആണ്. അതൊരു ഗാന്ധിയൻ അപ്രോച്ച് ആണ്. അത് മാത്രമേ ഇന്ത്യ പോലൊരു വ്യത്യസ്തതയുള്ള രാഹുൽ ഈശ്വർ, എന്തായാലും ദില്ലിയിലെ സംഭവം താങ്കൾ അംഗീകരിക്കുന്നു, അതിൽ അപലപിക്കുന്നു. ആ അപലപിക്കുന്ന വ്യക്തി എന്തായാലും കേരളവർമ്മ കോളേജ് അല്ലെങ്കിൽ കേരളത്തിലടക്കം ഇന്നതിന്റെ അനുരണനങ്ങളിലും അപലപനീയമായ ഒരു നിലപാടായിരിക്കും. എന്തായാലും അവസാനം 2 വിഷയങ്ങളിലെ സങ്കീർണത എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് ക്യൂബയിൽ ഗോവധ നിരോധനമുണ്ട്, ഇസ്ലാമിസ്റ്റ് ഇറാനിൽ ഗോവധ നിരോധനമുണ്ട്. അവിടെ ഒന്നും ഹിന്ദുത്വ ഫാസ്റ്റമല്ലോ. അതേപോലെ ഏറ്റവും തീവ്ര ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയപ്പെടുന്ന പാർട്ടിയായ ശിവസേന ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നു. BJP ഭരിക്കുന്ന ഗോവയിൽ ഗോവധ നിരോധനം ഇല്ല. പകരം കോൺഗ്രസ് ഭരിച്ച ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട്. വിശാല ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന പലരും ഗോവധ നിരോധനം വേണമെന്നും പറയുന്നു. അപ്പൊ ഈ വിഷയം വളരെ സങ്കീർണമാണ്. അപ്പോ ഈ വിഷയത്തിലേക്ക് ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്താൻ കഴിയണം. ഒറ്റ വരിയിൽ പശുവോ പന്നിയോ അല്ല, മനുഷ്യൻ വളരെ പ്രധാനമാണ്, ആനിമൽ റൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും തരത്തിലൊരു മിഡിൽ ഗ്രൗണ്ടിൽ വരണം. പ്രതിഷേധിച്ച എല്ലാ വിദ്യാർത്ഥികളോടും ഐക്യദാർഢ്യമുണ്ട്. പക്ഷേ ബീഫ് ഫെസ്റ്റിവലോ പോർക്ക് ഫെസ്റ്റിവലോ അല്ല, ഒരു മിഡിൽ ഗ്രൗണ്ട് ആണ്.